വർണ്ണന്റെ ചുണ്ടിൽ മോട് അല്ല ഇതെന്താ കഥ? ഇവിടെ എന്താ പണി? ഡിന്നർ. ഏ കണ്ടില്ലേ, ക്യാൻഡിൽ ലൈറ്റ്. ടേബിളിലായിരുന്നു ഒരു വീഞ്ഞ പെട്ടി കിട്ടി. ടേബിൾ കവറിന് ഒരു ബെഡ്ഷീറ്റ്. കുറച്ച് കീറിയതാ, പക്ഷെ ഇരിക്കാൻ രണ്ട് ബെസ്റ്റ് ചാക്ക് കെട്ട്. വാ. എനിക്ക് മനസ്സിലായില്ല, ഇതെന്തിന്റെ പുറപ്പാടാ? താനിങ്ങോട്ടിരി. വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നു. എന്താ, എന്നെ കൂട്ടില്ലേ? നല്ല കാര്യായി. വടക്കോർത്ത തിണ്ണയിൽ നിന്ന് അടുക്കളക്കാര് പെണ്ണിന്റെ ഒപ്പം അത്താഴം കഴിക്കേ. മോനെണീറ്റേ, ആരെങ്കിലും ഇരിപ്പ് കണ്ടാ മതി. എന്നും ഒറ്റയ്ക്കിരുന്നല്ലേ കഴിക്കുന്നത്? ഇന്ന് ഞാൻ കമ്പനി തരാം. ഒരു ദിവസം പിന്നെ ഞാൻ തനിച്ചല്ലേ? അല്ല, ഈ ജീവിതം മുഴുവൻ ഞാനുണ്ടാവും തൻ്റെ കൂടെ. ഓ, കേൾക്കുമ്പോ എന്ത് സുഖമുണ്ടെന്നറിയൂ. വെറുതെ എന്തിനാ എന്നെ മോഹിപ്പിക്കണേ? ഒരു പാവല്ലേ ഞാൻ? ഞാനും അതെ, പാവ. എന്തറിയാം മനുവേട്ടൻ എന്നെ കുറിച്ച്? ഇത് ബാലാമണിയാണെന്നറിയാം. ഈ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുന്നു അറിയാം. അച്ഛനും അമ്മയും കൂടെ പണ്ടൊരു യാത്ര പുറപ്പെട്ടതാ, ഗുരുവായൂർ കുളിച്ചു തൊഴാൻ. തിരിച്ചു വന്നത് രണ്ട് വെളുത്ത തുണിക്കെട്ടുകളാ. അവരൊരു കുപ്പി വിഷത്തിന്റെ സഹായത്തില് രക്ഷപ്പെട്ടു. ആശുപത്രിക്കാര് കുത്തിക്കേറി കെട്ടിത്തരാൻ വൈകിയതുകൊണ്ട് പാതിരാത്രിക്കാ കൊണ്ടുവന്നേ. എന്റെ ഇളയത് 3 പെൺകുട്ടികളാ. അവരുറക്കായിരുന്നു. ഞാൻ കണ്ടു ഒരു നോട്ടം. ചെതയിൽ വെച്ച വാഴത്തെ ഉയരം വെക്കണതിന് മുമ്പ് കിടപ്പാടം വിട്ടിറങ്ങേണ്ടി വന്നു. അന്നു തൊട്ടിന്ന് വരെ ഓരോ വീട്ടിലെ അടുക്കളപ്പുറത്തായിരുന്നു ജീവിതം. പിന്നെ ആകെയുള്ളൊരു സഹായം ആ കേശവൻ നായരാ. എന്റെ ഇളയ സരോജിനി അയാളുടെ വീട്ടിലാ. അവളൊരു സുഖേടുകാരിയാ. ഹാർട്ടിനാ കുഴപ്പം. ഇളയതുങ്ങള് വേറെ വീട്ടിലാ. സ്കൂളിൽ പറഞ്ഞേക്കണുണ്ട് അവളുള്ളൊരു. ഇതാ ബാലാമണി. പാതിരാത്രിയില് വീട്ടിലേക്ക് കൊണ്ടുവന്ന വെളുത്ത തുണിക്കെട്ടുകൾ തൊട്ട് ഉറക്കത്തിൽ ഇളയ അനിയത്തി ഞെട്ടി പിച്ചും പേയും പറയണവരെ ഓരോന്നോർമ്മ വരിക. രാത്രിയിൽ 2 പിടി ചോറ് വരെ തിന്നുമ്പോഴ അതാ തനിച്ചിവിടെ വന്നിരിക്കണം. ആരെങ്കിലും കണ്ടാ പിന്നെ ചോദ്യായി, പറച്ചിലായി. ഇവളുടെ കൂടെ തന്നെ വേണം ഡിന്നർ. നിന്നെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കുണ്ടോന്നറിയില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഇനി നിന്റെ സങ്കടങ്ങൾ എന്റേത് കൂടിയാണ്. എന്റെ ഗുരുവായൂരപ്പ, ഞാനിത് വിശ്വസിച്ചോട്ടെ? 100 വട്ടം.